ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആം ഹോൾ കർവ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സ്ലീവ് ഈസി ആയിട്ട് കട്ട് ചെയ്യാന്നുള്ളതാണ്. അത് ഹാൻഡ് വരയ്ക്കുന്നതിനേക്കാളും സുഖമായിട്ട് ഈ ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 10 ഇഞ്ചാണ് എൻ്റെ. അതുപോലെ ആം ഹോൾ റൗണ്ട് വന്നിട്ടുള്ളത് 16 ഇഞ്ചാണ്. മസിൽ റൗണ്ട് വന്നിട്ടുള്ളത് 14.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ സ്ലീവ് ഓപ്പൺ റൗണ്ട് വന്നിട്ടുള്ളത് 12 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് എത്രയാണെന്നുണ്ടെങ്കിൽ അതും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ 2 ഫോൾഡ് ചെയ്തിട്ടുള്ളൊരു ഫാബ്രിക് ആണിത്. ഇതിപ്പോൾ ഞാൻ പാറ്റേൺ ആണ് വെട്ടി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തുണിയിലേക്ക് കട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കൂടുതൽ വരയ്ക്കുന്നതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഓരോ പോയിന്റുകളും മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വരച്ചെടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇതെല്ലാം തുണിയിലേക്ക് മാർക്ക് ആവില്ല എന്നൊന്നും പേടിക്കേണ്ട. ഇനി അഥവാ അങ്ങനെ നിങ്ങൾക്ക് വരച്ചെടുത്താലാണ് തൃപ്തിയാവുന്നുള്ളൂന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ സീം അലവൻസ് അടക്കം 11 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതാണ് ആം ഹോളിൻ്റെ ഭാഗം ഞാൻ വരയ്ക്കുന്നത്. മേലെ ഭാഗത്തേക്കാണ് ഞാൻ വരയ്ക്കുക. ഈ ഭാഗത്താണ് സ്ലീവ് ഓപ്പൺ റൗണ്ട് ഞാൻ വരയ്ക്കാറ്. ഓക്കെ, അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് ഞാൻ മാർക്കിങ് ചെയ്ത് പോവാറ്. അപ്പോൾ ഞാനിവിടെ ആദ്യം സ്ലീവ് ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്യട്ടെ. 6 ഇഞ്ചാണ്. 6ൻ്റെ കൂടെ ഒരു ലൈനിങ് ഉള്ള സ്ലീവൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഒരു 1/4 ഇഞ്ച് നമുക്ക് ലൂസ് ഇടാം. എന്നിട്ട് മാർക്ക് ചെയ്യുക. പ്ലസ് 1.5 ഇഞ്ച് നമ്മൾ എത്രയാണ് സീം അലവൻസ് ഇടാറ് അത്രയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മിഡിലായിട്ട് നമ്മൾക്കൊരു മസിൽ റൗണ്ട് 14.5 അല്ലേ പറഞ്ഞത്, അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു 7.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ്. അവിടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി ഈ ഭാഗത്തേക്കാണ് ആം ഹോൾ കർവ് വരയ്ക്കുന്ന മെഷർമെൻറ്റ് നമ്മൾ അടയാളപ്പെടുത്തുക. അത് ഏത് ഭാഗത്താണ് വരിക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വരച്ചിടുന്നത്. അപ്പോൾ ആം ഹോൾ റൗണ്ട് വന്നിട്ടുള്ളത് എനിക്ക് 16 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. 16 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 8 ഇഞ്ചാണ് അതിൻ്റെ പകുതി വരിക അല്ലേ. 8 ഇഞ്ച് പകുതി വരും. പിന്നെ നമ്മൾ ബോഡി പാർട്ടിൽ എത്ര ലൂസ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എത്ര ലൂസ് ബോഡി പാർട്ടിൽ ഇട്ടിട്ടുണ്ട്, പാർട്ടിലിട്ട സെയിം ലൂസ് തന്നെ നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കണം. കാരണം എന്തുകൊണ്ടാണ്, ഇത് നമ്മൾ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ലൂസുള്ള ഭാഗം കൂടിയിട്ടാണ് നമുക്ക് ആം ഹോൾ അടിക്കേണ്ടി വരിക അല്ലേ. നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ലൂസും കൂടിയിട്ട് വരുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ ആ ലൂസും കൂടി വരുമ്പോൾ നമ്മുടെ ആം ഹോള് ചിലപ്പോൾ അത് എത്തിയെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 8 പ്ലസ് ഞാൻ 3/4 ഇഞ്ചാണ് ബോഡിയിൽ ലൂസ് ഇടുന്നത് വെച്ചെങ്കിൽ ആ 3/4 ഇഞ്ച് ഞാൻ ഇവിടെ കറക്റ്റ് ഇടുന്നുണ്ട്. കണ്ടല്ലോ, 3/4 ഇഞ്ച് ഞാൻ കറക്റ്റ് ഇട്ടിട്ട് ഇവിടെ ഈ ലൈനിലേക്ക് എവിടെയാണ് 3/4 ഇഞ്ച്, ഇപ്പോൾ 8.25 എവിടെയാണ് വരുന്നത് നമ്മളിങ്ങനെ അടയാളം ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ 8.25 എവിടെയാണ് വരുന്നത് എങ്കിൽ, അതായത് ഈ ഒരു പോയിന്റ് കേട്ടോ, 8.25 എവിടെയാണ് വരുന്നതെങ്കിൽ അവിടെ ഞാൻ മാർക്ക് ചെയ്യാണ്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടു. കണ്ടല്ലോ. ഇനി നമ്മൾക്ക് ഇവിടെ 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ സീം അലവൻസ് കൊടുക്കാം. ഇവിടെയാണ് നമ്മളുടെ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം വരിക. എൻഡ് പോർഷൻ വരിക, മുകളിലെ എൻഡ് പോർഷൻ വരുന്നത് ഈ ഭാഗത്തായിരിക്കും കേട്ടോ. ഇനി നമ്മൾക്ക് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ, നിങ്ങൾക്ക് ഇവിടെ ലൈൻ വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടിട്ട് മാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ ഈ മാർക്കിംഗ് തന്നെ ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു മാർക്കിംഗ് നമ്മൾ ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ 2 ലൈൻ്റെ സെൻറ്ററാണ് നമ്മൾ കാണുന്നത്. ഈ 2 ലൈൻ്റെ സെൻറ്റർ കാണുമ്പോൾ 7.5 വന്നിട്ടുള്ളത്. 7.5യുടെ പകുതി വരുമ്പോൾ എത്രയാണ്, 3.25 വരിക അല്ലേ. ഈ സെൻറ്റർ ഇവിടെയും മാർക്ക് ചെയ്തു, ഇവിടെയും സെൻറ്റർ മാർക്ക് ചെയ്തു. കണ്ടല്ലോ. എന്നിട്ട് ഇവിടെ 2 ലൈനും തമ്മിൽ യോജിപ്പിക്കുകയാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്ററാണ്. അതായത് ഈ ഒരു വിഡ്ത്തിൻ്റെ സെൻറ്റർ എത്ര ഉണ്ടെന്ന് നോക്കുക. അതായത് പകുതി, അതിൻ്റെ പകുതി കാണുമ്പോൾ എത്രയാണ് വരുന്നത്, 4.25 വരുന്നത്. 4.25 ഒരു പോയിന്റ്, 4.5 വരുന്നുണ്ട്. അപ്പോൾ 4.5യുടെ പകുതി 2.25 ആയിരിക്കും അല്ലേ. അപ്പോൾ ആ 2.25 ഇവിടെ മാർക്ക് ചെയ്തു. സെയിം 2.25 ഇവിടെയും മാർക്ക് ചെയ്തു. അതായത് ഇതാണ് ഫോൾഡിങ് ചെയ്തിട്ടുള്ള ഭാഗം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ലൈൻ കൊടുക്കുകയാണ് ഞാൻ.
ഈ 2 ലൈനുകളും യോജിപ്പിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇവിടത്തെ സെൻറ്ററാണ്. 3.25 വരുമ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഈ സെയിം ഭാഗം തന്നെ മേലത്തെ ലൈനിലും മാർക്ക് ചെയ്യാണ്. ഇതും തമ്മിൽ യോജിപ്പിച്ചു. ഇതൊക്കെ ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇത് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ഈ ഒരു സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു സെൻറ്റർ ലൈനിലേക്ക് നമ്മൾ ഈ ആം ഹോൾ കർവിൻ്റെ ഈ ഭാഗം, ഇങ്ങനെയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇവിടെ വെച്ചിട്ട്, അതായത് ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു ലൈനിലേക്ക് എവിടേക്കാണ് വരുന്നത് നോക്കാം. ഇങ്ങനെ കണ്ടോ, അതായത് ഈ ഒരു ലൈനിൻ്റെ ഇങ്ങോട്ട് കയറ്റി വെക്കരുത്. ഈ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരും വേണം. എന്നിട്ട് ബാക്കി ഭാഗം കണ്ടല്ലോ ഇങ്ങനെ നീക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് വരികയും ചെയ്യും. പക്ഷേ ഈ ലൈനിൽ നമുക്ക് വരയ്ക്കണ ഭാഗം നമുക്ക് ഇത് കറക്റ്റായിട്ട് വെക്കും വേണം കേട്ടോ. എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങോട്ടൊന്ന് ചേർത്ത് വെക്കുകയാണ്. ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടേക്ക് ഒരു ലൈൻ കൊടുത്തു. കണ്ടോ, മനസ്സിലാവുന്നില്ലേ എവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നതെന്ന്? ഈ ഒരു പോർഷൻ ഇപ്പോൾ ഓരോ സ്ലീവിനനുസരിച്ചും ഇത് വെക്കുന്ന പോർഷൻ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടല്ലോ, ഈ കർവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതിപ്പോൾ ചിലപ്പോൾ ചെറിയ സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി ചെരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോഴും ഈ ഒരു പോർഷൻ, അതായത് ഇങ്ങനെ വരുന്ന പോർഷൻ നമുക്ക് ഇവിടെ ഈ ലൈനിൽ എപ്പോഴും ഉണ്ടാവണം. കണ്ടല്ലോ, ഈ ഒരു പോർഷൻ കേട്ടോ. ഇത് ഇങ്ങോട്ട് നീങ്ങി പോകരുത്, ഇങ്ങനെ നീങ്ങി പോകരുത്. അതെപ്പോഴും ഇവിടെ കുറച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഫസ്റ്റ് ലൈനിലേക്ക് കണ്ടല്ലോ, സെൻറ്റർ ലൈനിലേക്ക് നമ്മളിവിടെ വരച്ചു. ഇനി ഞാൻ ഈ കർവിനെ ഒന്ന് തിരിച്ചു വയ്ക്കുകയാണ്. കണ്ടല്ലോ, ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഈ പോയിന്റിലേക്ക് ഇത് ചേർത്ത് വെക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ചേർത്ത് വെച്ചു. മനസ്സിലാവുന്നില്ലേ? എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കൂ. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ ഫ്രണ്ട് ആം ഹോളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ കുഴിച്ച് വെട്ടുക എന്നുള്ളതൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല ഇങ്ങനെ വെക്കുമ്പോൾ. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പോയിന്റ്, ഈ ഒരു കോർണറിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അതായത് ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ വെച്ചിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഇവിടം വരെയുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാണ് ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലൈൻ കേട്ടോ. അവിടെ നമ്മൾ 2 ഇഞ്ച് കണ്ടല്ലോ, 2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഈ ഒരു ലൈനിൽ 2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഈ 2 ഇഞ്ചും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റും ഈ 2 ഇഞ്ചും ചേർന്ന് വരുന്ന രീതിയിൽ ആം ഹോൾ കർവ് വെച്ചു. എന്നിട്ട് ഇതേപോലെ ഞാൻ ഇങ്ങോട്ട് വരച്ചെടുത്തു. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്കിത് കർവ് കറക്റ്റായിട്ട് തന്നെ വരും. കണ്ടോ, ഇതിപ്പോൾ എവിടേക്കാണ് ഇത് പോയിന്റും വരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അത് ആ കറക്റ്റിൽ ആ മെഷർമെൻറ്റിൽ തന്നെ നമുക്കിത് കർവ് ഇങ്ങനെ വെക്കാൻ പറ്റും. കണ്ടല്ലോ, ഇനി നമ്മൾക്ക് ഈ ഒരു പോയിന്റും ഇവിടെയും തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വെക്കേണ്ടത്? ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. കണ്ടല്ലോ, വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ആ പോയിന്റ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കർവ് ഒന്ന് അടുപ്പിച്ച് വെക്കണം കേട്ടോ, അപ്പോൾ ചെരിഞ്ഞു പോവില്ല. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുത്തു. ഈ വര നമുക്ക് ഇവിടെ നീട്ടി വരച്ചു കൊടുക്കാം. പിന്നെ കണ്ടല്ലോ, ഇപ്പം അത് ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളും കിട്ടി, ബാക്ക് ആം ഹോളും കിട്ടി. കണ്ടോ, ഈ 2 ലൈനും നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നു. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ് വന്നത്? 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ച് കറക്റ്റ് തന്നെ മാർക്ക് ചെയ്തോളൂ കേട്ടോ. അത് ഇവിടെ തന്നെയായിട്ട് ഈ ഒരു ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് വീതി കൂടും. അത് ഈ പെന്നിൻ്റെ നിബൊക്കെ ഉള്ള കാരണം നമുക്ക് ഇത് വലുപ്പം കൂടും. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കണ്ടോ, ഈ ഒരു പോയിന്റ് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്കത് വീതി കൂടും. അപ്പോൾ ഇതേ ലെവലിൽ തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ച് വയ്ക്കുക. ഇവിടെ ഈ പോയിന്റും മുട്ടുന്ന രീതിയിൽ കർവ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ ഈ പോയിന്റും അതിലേക്ക് കർവ് കൊണ്ടുവരിക. അടുത്ത പോയിന്റ് എവിടെയാണ് വരുന്നത് അവിടേക്കും കർവ് കറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക.
ഇപ്പൊ കണ്ടില്ല, ഓരോ പോയിന്റ് നീങ്ങുമ്പോഴുള്ള വ്യത്യാസം കണ്ടില്ലേ. അപ്പൊ ഈ നിബ് വലുതായത് കൊണ്ടാണ് അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നത്. നിങ്ങൾ റോൾ പെൻസിലോ അല്ലെങ്കിൽ ചെറിയ പേനയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിതിങ്ങനെ വരച്ചെടുത്താൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ലൈനുകൾ തമ്മിൽ നമ്മൾ സീം അലവൻസുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ആം ഹോൾ കർവ്, ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കുഴിച്ച് വെട്ടാൻ അറിയില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട ഇങ്ങനെ വെട്ടുമ്പോൾ. ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മാർക്കിംഗ് കൂടുതൽ ഫാബ്രിക്കിലേക്ക് വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇതേപോലൊരു പീസ് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ആദ്യം വരച്ചെടുക്കാം. കണ്ടല്ലോ. ഇനി നമ്മൾക്ക് ഇവിടെ ഫ്രണ്ട് ആം ഹോളും ഇതേപോലെ തന്നെ ഇവിടെ വെട്ടിയെടുക്കാം. അപ്പോൾ ആം ഹോൾ കർവ് വെച്ചിട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ. അപ്പോൾ ലൂസ് ഇടാൻ എപ്പോഴും നിങ്ങൾ മറക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മസിൽ റൗണ്ടിൻ്റെ അവിടേക്ക് നീക്കി വെക്കാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇതേപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സ്ലീവ് വെട്ടുമ്പോൾ. അപ്പോൾ ഇതുപോലെയൊക്കെ വെട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഡ്രസ്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സക്സസ് ആയാലും മറ്റുള്ളവർക്കും കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.